അറന്തക്കൽ ജെനിസിസ് കിഡ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ ആഘോഷപൂർവ്വം നടന്ന പരിപാടി മാഹി സിഇഒ തനുജ MM ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളിൽ മാത്രമല്ല, കോകരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും അവരുടെ ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് ആയാലും മറ്റ് സഹജീവികളോടുള്ള എമ്പതി കാണിക്കുന്നതിലായാലും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് വേണ്ടത്ര ഗൈഡൻസ് സ്കൂൾ നൽകുന്നത് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രൈമറി എഡ്യൂക്കേഷൻ അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ 3 വയസ്സ് മുതൽ ഒരു 12 വയസ്സ് വരെയുള്ള പ്രായം, അതാണ് മെയിൻലി പ്രൈമറി എഡ്യൂക്കേഷൻ. ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേസ് ഫോം ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളുടെ അക്കാഡമിക്സ് മാത്രമല്ല, അവർക്കുള്ള ഓരോരോ കഴിവുകളും കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും അവരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാനും പറ്റിയ ഒരു പ്രായമാണ് ഈ ഒരു പ്രൈമറി സ്റ്റേജ്. മുൻ വിദ്യാഭ്യാസ ഓഫീസർ P. ഉത്തമരാജൻ പരിപാടിയിൽ പങ്കെടുത്തു. ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ചെയർമാൻ NK രാമകൃഷ്ണൻ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രധാന അധ്യാപിക സിൽജ ചന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഠനം, കല, കായികം എന്നിവയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. PTA പ്രതിനിധി അനുപമ KP ആശംസാ പ്രസംഗം നടത്തി. സ്കൂൾ കോർഡിനേറ്റർ അഞ്ജു അജിത്തും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂൾ ചെയർമാൻ ജയപ്രകാശ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. Celebration of here, you can see your children going to perform in this platform. I just want to tell you today that Genesis mission has always been simple. To create a space ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് എന്നത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജെനിസസ് കിഡ്സ് കുട്ടികൾ തികഞ്ഞ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഫ്യൂച്ചർ സിറ്റിസൺ അങ്ങനെ വാർത്തെടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സ്ഥാപനം നമ്മളിവിടെ നടത്തിക്കൊണ്ടുപോകുന്നത്. ആക്ച്വലി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സാധാരണ ഒരു വിത്തിനോട് സമീപിക്കുക. അതായത് നമ്മളൊരു കുറേ വിത്തുകൾ ഇങ്ങനെ ഒരു ചീര വിത്ത് നമ്മൾ നടുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ കുറേ വളരും, കുറേ വളരെ ഫലഭൂഷ്ടിയായിട്ട് വളരും, കുറേ കുറച്ച് ചെറുതായിരിക്കും, ചിലത് വളഞ്ഞു പോകും. അങ്ങനെ പല കാരണങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സമഗ്ര ന്യൂസ് പാനൂർ. ജിയോസാൻഡ്. ഈ ജിയോസാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോസാൻഡ്.